രണ്ടാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷാഫലം മെയ് 21-ന്. പരീക്ഷാഫലം കാത്തിരിക്കുന്നത് 4,44,707 വിദ്യാർത്ഥികൾ. മൂല്യനിർണ്ണയം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ജൂണിൽ പ്രഖ്യാപിക്കും. +1 പ്രവേശനത്തിനായുള്ള ഏകജാലക നടപടികൾ മെയ് 24-നാണ് ആരംഭിക്കുക. സംസ്ഥാനത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി. ബോർഡ് യോഗത്തിന് ശേഷം മെയ് 21-ന് തന്നെ 4,44,707 വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പരീക്ഷാഫലം പ്രഖ്യാപിക്കും. 4,13,589 വിദ്യാർത്ഥികൾ എഴുതിയ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പുരോഗമിക്കുകയാണ്. ജൂൺ മാസത്തിലാകും റിസൾട്ട് പ്രഖ്യാപനം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിട്ടുണ്ട്. ടാബ്ലേഷൻ പ്രവൃത്തികൾ നടന്നു വരികയാണ്. 4,44,707 വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മെയ് 14-ന് ബോർഡ് മീറ്റിംഗ് കൂടി മെയ് 21-ന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നു വരികയാണ്. 4,13,589 വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണ്. മെയ് 14 മുതൽ മെയ് 20 വരെയാണ് +1 പ്രവേശനത്തിലുള്ള ഏകജാല അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി. മെയ് 24-ന് ട്രയൽ അലോട്ട്മെന്റ്, ജൂൺ 2-ന് ഫസ്റ്റ് അലോട്ട്മെന്റും ജൂൺ 10-ന് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റ് ജൂൺ 16-നും നടത്തും. ജൂൺ 18 തന്നെ +1 ക്ലാസുകൾ ആരംഭിക്കും. മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞാൽ സപ്ലിമെന്ററി അലോട്ടുകളും പൂർത്തിയാക്കി ജൂലൈ 23-ന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും. ഏകജാല പ്രവേശനം 2025 മെയ് 14 മുതൽ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈൻ ആയി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മെയ് മാസം 20-ആണ്. 2025-26 അധ്യയന വർഷത്തിൽ +1 സീറ്റുകൾ വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി സർക്കാർ സ്കൂളുകളിൽ 30% മാർജിൻ സീറ്റ് വർധനവ്. എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റും പ്രത്യേകം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ 10% അധിക സീറ്റും അനുവദിക്കും. കൊല്ലം, എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലും സീറ്റ് വർധനവുണ്ട്. ഹയർ സെക്കൻഡറിയിലും VHSEയിലുമായി ഈ വർഷം +1 പ്രവേശനത്തിന് ആകെ 4,74,917 സീറ്റുകളാണ് ലഭിക്കുക. ITI, പോളിടെക്നിക് കോഴ്സുകൾ കൂടി ചേരുമ്പോൾ ഉപരിപഠനത്തിനായി 5,46,336 സീറ്റുകളാണ് ഈ അധ്യയന വർഷം ആകെയുള്ളത്. ജനം, തിരുവനന്തപുരം.